സ്ഥാനാരോഹണ ചടങ്ങുകൾ ലെബനനിൽ നടക്കുമ്പോൾ ആഹ്ലാദം അലതല്ലിയത് ഇങ്ങ് ദൂരെ കേരളത്തിലാണ്. യാക്കോബായ സഭയുടെ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലും വിവിധ ഭദ്രാസന ആസ്ഥാനങ്ങളിലും ദേവാലയങ്ങളിലുമെല്ലാം ഒരുമിച്ചിരുന്ന ചടങ്ങുകൾ കാണുന്നതിന് വിശ്വാസികൾ ഒത്തുകൂടിയിരുന്നു. When Jesus came to the region of Caesarea Philippi, he asked his disciples, "Who do people say the Son of Man is?" They replied, "Some say John the Baptist, others Elijah, and still others Jeremiah or one of the prophets." കർത്തൻ തന്നോട് കൃപയാലേ ഇപ്പോൾ പ്രാപിച്ചിടുന്നു. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ വാഴിക്കുന്ന ചടങ്ങ് ലെബനനിലാണ് നടന്നത്. കേരളത്തിൽ എല്ലാ പള്ളികളിലും ഏതാണ്ട് വിശ്വാസികൾ ഒത്തുകൂടി അവിടെ തത്സമയം ആ ചടങ്ങ് വീക്ഷിക്കുന്നതിനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യം നിറഞ്ഞ ദിവസമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. കാരണം തോമസ് പ്രധാൻ ബാവയുടെ പിൻഗാമിയായി ഇദ്ദേഹം വരികയാണ്. കരിങ്ങാച്ചിറ പള്ളിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടേത്. ഇവിടുത്തെയുള്ള എല്ലാ ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. മാത്രമല്ല കൊച്ചി ഭദ്രാസന അധിപൻ കൂടിയാണ്. ഈ ഭദ്രാസന ആസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള പള്ളിയാണ് ഈ കാണുന്ന കരിങ്ങാച്ചിറ കത്തീഡ്രൽ. ഇവിടെ വിശ്വാസികളെല്ലാം തന്നെ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ നമ്മളോടൊക്കെ പങ്കുവയ്ക്കുകയായിരുന്നു. മാത്രമല്ല ഇവിടെ നടന്ന ചടങ്ങുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. പരിമല തിരുമേനിയുടെ കുടുംബത്തിലെ 4ാം തലമുറക്കാരൻ കൂടിയാണ് ഇദ്ദേഹം. അങ്ങനെ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. അവർ അതിനെ അങ്ങനെ തന്നെ കാണുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ജോസഫ് മാർ ഗ്രിഗോറിയോസ്. സ്ഥാനമേറ്റെടുത്തോടുകൂടി അദ്ദേഹം അഭിഷിക്തനായതോടുകൂടി ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ എന്നായിരിക്കും അറിയപ്പെടുക. എന്തായാലും അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് ഈ ദേവാലയാങ്കണം മുഴുവൻ. قد استوشوا يذبوسيا أكسيوس أكسيوس أكسيوس. വരുന്ന ഞായറാഴ്ചയാണ് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് പ്രധാൻ ബാവ കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. സഭാ ആസ്ഥാനത്തും വിവിധ യാക്കോബായ ദേവാലയങ്ങളിലും ഊഷ്മളമായ സ്വീകരണമാണ് സഭയുടെ പുതിയ ഇടയന് ഒരുക്കിയിരിക്കുന്നത്. പ്രദീപ് ജോസഫിനും എസ് രാഗിനുമൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.